ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാണ്. വചനം കേൾക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയെക്കുറിച്ചുള്ള ഭാഗമാണ് ഈ മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ അയക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ഉടമസ്ഥനെ നമ്മൾ കാണുകയാണ് ഈ വചനഭാഗത്തിലൂടെ. ഇവിടെ ഈ കൃഷിക്കാരോട്, ഈ ജോലിക്കാരോട് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും പരിഗണനയും കൊടുക്കുന്ന യജമാനനെ നമ്മൾ കാണുന്നു. ഒരു വ്യവസ്ഥയിലാണ് ഈ യജമാനൻ അവരെ പണിക്ക് വിളിക്കുന്നത്. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നതിന് ഒരു ധനാറ, ആ ഒരു വ്യവസ്ഥയിൽ ഇവരെ പണിക്ക് വിളിക്കുകയാണ്. പണിക്ക് വിളിച്ച് പണി നൽകി അവർക്ക് വേണ്ടുന്ന വേതനം നൽകി പറഞ്ഞയക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ നമ്മൾ കാണുന്നു. പകലിൻ്റെ അധ്വാനവും ചൂടുമൊക്കെ സഹിച്ച് പണിയെടുക്കുന്ന ഇവരോട് ഈ യജമാനൻ പ്രത്യേകമായിട്ടുള്ള പരിഗണനയും ശ്രദ്ധയും താല്പര്യവുമൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഈ തിരുവചന ഭാഗത്തിൽ ശ്രദ്ധേയമാണ്. കുറേ പേര് പണിസ്ഥലത്തുണ്ട്. 1-ാം മണിക്കൂർ മുതൽ 11-ാം മണിക്കൂർ വരെ പണിക്കാരെ യജമാനൻ വിളിക്കുന്നത് തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരേ വേതനമാണ് ഈ യജമാനൻ നൽകുന്നത് എന്നത് ഈ ഉപമയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധേയമായ ഭാഗമാണ്. എല്ലാവർക്കും തുല്യമായ വേതനം. അപ്പോൾ ആദ്യ മണിക്കൂറിൽ വന്നവന് ഈ ഒരു ധനാറ കൊടുക്കുന്നു. 11-ാം മണിക്കൂറിൽ വന്നവനും അതേ വേതനം കൊടുത്തപ്പോൾ ആദ്യ മണിക്കൂർ മുതൽ പകലിൻ്റെ അധ്വാനവും ചൂടും ഒക്കെ അനുഭവിച്ചവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് ഈ ഒപ്പമാണോ നീ ഞങ്ങൾക്ക് വേതനം തരുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ നീതിയെ അതിലംഘിക്കുന്ന കാരുണ്യമാണ്, സ്നേഹമാണ് ഈ ഉപമയിൽ നമ്മൾ വായിച്ചെത്തുന്നത്, നമ്മൾ കണ്ടെത്തുന്നത്. ഈ സുവിശേഷ ഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് കർത്താവ് ഈ 11-ാം മണിക്കൂറിൽ വന്നവനും ആദ്യം വന്നവർക്ക് കൊടുത്തതുപോലെ തന്നെ കൂലി കൊടുത്തത്? ശരിക്കും യജമാനന് നഷ്ടമല്ലേ അത്? ഈ ആദ്യം 5 മണിക്കൂർ ജോലി ചെയ്തവർക്കൊപ്പം അവസാനം 1 മണിക്കൂർ ജോലി ചെയ്തുള്ളൂ ഈ അവസാനം വന്നവർ. അവർക്കും ഈ 5 മണിക്കൂറിൻ്റെ തന്നെ വേതനം നൽകുകയാണ്. ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് അതിനൊരു ഉത്തരം കിട്ടും. ഒറ്റ ഉത്തരവുള്ളൂ: കർത്താവിന് ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെ അവിടുന്ന് പെരുമാറുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അവസാനം വന്നവനും തുല്യവേതനം കൊടുത്തത്? അതിൻ്റെ ആൻസർ വചനത്തിൽ നമുക്ക് വായിക്കാം. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. ദയ തോന്നുന്നവരോട് ദയ കാണിക്കും, അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പ കാണിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തുല്യരാണ് എന്നുള്ളതാണ് ഈ വചനഭാഗം കാണിക്കുന്നത്. ഈ നമ്മളെയൊക്കെ തുല്യരാക്കുന്ന ദൈവത്തിൻ്റെ ഭാവമെന്ന് പറയുന്നത് എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം, പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ, ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന. അതാണ്. ദൈവം എന്നെ പ്രത്യേകമായി എന്നോട് കരുണ കാണിച്ചു, എന്നോട് കൂടുതൽ അനുകമ്പ കാണിച്ചു, എന്നോട് കൂടുതൽ ദയ കാണിച്ചു. അത് അവിടത്തേക്ക് സാധ്യമാണ്. അവർക്ക് കർത്താവിന് തോന്നുന്നവരോട് കൂടുതൽ ദയ കാണിക്കുന്നു, അവിടുന്ന് ആഗ്രഹിക്കുന്നവരോട് കൂടുതൽ കാരുണ്യം കാണിക്കുന്നു. ചെറിയവനോ വലിയവനോ എന്ന വ്യത്യാസമില്ലാതെ ദൈവരാജ്യത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചന ഭാഗവും ഇതുപോലെ തന്നെ ശ്രദ്ധേയമാണ്. നമുക്കൊന്ന് കേൾക്കാം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ
സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 11-ാമത്തെ മണിക്കൂറിൽ വന്നവനും തുല്യമായ വേതനം നൽകി ഈ യജമാനൻ പറഞ്ഞ് അയക്കുന്നത്. നമുക്കറിയാം, ഇതൊരു 11-ാം മണിക്കൂർ വരെ ജോലിക്ക് വേണ്ടി ഇവർ കാത്തിരുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങിയ മനുഷ്യർ വൈകുന്നേരം വരെ 5 മണി വരെ പണിയുള്ളെന്ന് കൂട്ടുക, 4 മണി വരെ അവരവിടെ വെയിറ്റ് ചെയ്തു. ആരെങ്കിലും തങ്ങളെ വിളിക്കുവോ, ആരെങ്കിലും ഞങ്ങളെ വിളിക്കുവോ? ഇതൊരു ആരെങ്കിലും തങ്ങളെ പണിക്ക് വിളിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവസാനം മണിക്കൂർ വരെ അവർ വെയിറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ ഒരു കാത്തിരിപ്പ് തിരുവചനത്തിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുമുണ്ട്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അബ്രാഹം ദീർഘവർഷം കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തനിക്കൊരു മകനെ കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന അബ്രാഹത്തെ നമ്മൾ കാണുകയാണ്. വൈകി ദൈവത്തിൻ്റെ ഇടപെടൽ ലാസ്റ്റ് മണിക്കൂറിൽ കടന്നു വരികയാണ്. അവസാന മണിക്കൂർ വരെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ അവസാന മണിക്കൂർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിൻ്റെ ഇടപെടൽ വരെയും കാത്തിരിക്കുന്നവൻ അനുഗ്രഹീതൻ. നമ്മൾക്കൊക്കെ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അക്ഷമരാകും. ക്ഷമയില്ല. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റേ 3-4 മാസമായി ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ പഴയ വഴിക്ക് തന്നെ യാത്രയായിന്ന്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, 11-ാം മണിക്കൂർ വരെ കാത്തിരിക്കുവാനായിട്ട് നീ റെഡിയാണെങ്കിൽ അവസാന മണിക്കൂറിൽ ദൈവം ഇടപെടും. നിശ്ചയമായിട്ടും അതാണ് തിരുവചനങ്ങളിൽ ഉടനീളം നമ്മൾ കണ്ടെത്തുന്നത്. വീണ്ടും തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹന്ന ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളോളം അവൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ലാസ്റ്റ് മുഹൂർത്തത്തിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വരുന്നത് നമ്മൾ കാണുന്നത്. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ശിമയോൻ, അല്ലേ? ഈ രക്ഷകനെ ഒന്ന് കരങ്ങളിലെടുക്കാൻ വേണ്ടി ദേവാലയത്തിൽ വർഷങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നവനാണ് ശിമയോൻ. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ വരുന്ന സമയം വരെയും, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയം വരെയും എളിമയുള്ള, പ്രത്യാശയുള്ള, വിശ്വാസമുള്ള ഹൃദയത്തോടെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. അവന് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മുഖശോഭ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരു സഹോദരൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയുമോ, 14 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. ഒരു മാനസാന്തര ജീവിതം, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി 14 വർഷം ഞാൻ പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. കൂടെ ഫോൺ ചെയ്യും, വിസിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. അങ്ങനെ ദീർഘവർഷത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം ഈ അടുത്ത നാളിൽ വന്ന് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കുന്ന തീഷ്ണതയുള്ള ഒരു സഹോദരനായിട്ട് അയാൾ രൂപപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് പതറാതെ, മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിതനായി തീരാൻ അനുവദിക്കുകയില്ല. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതാണ്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ഒരു നാളും ലജ്ജിതനായി തീരുകയില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളും ലജ്ജിതനായി തീരാൻ കർത്താവ് അനുവദിക്കുകയില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് തിരുവചനം. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 10 കന്യകമാരെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. വിവേകമുള്ളവരും വിവേകരഹിതരുമായിട്ടുള്ളവരെ നമ്മളവിടെ കണ്ടുമുട്ടുകയാണ്. പക്ഷേ വിവേകവതികളായ കന്യകമാർ അവരുടെ വിളക്കിനോടൊപ്പം എണ്ണയും കൂടെ കരുതി അവർ കാത്തിരുന്നു. എപ്പോഴാ മണവാളൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. രാത്രിയാണോ, വെളുക്കാപ്പുറത്താണോ, ഇനി അല്ലെങ്കിൽ സന്ധ്യ മയങ്ങുമ്പോഴാണോ, എപ്പോഴാണെന്ന് അറിയത്തില്ല മണവാളൻ വരുന്നത്. എപ്പോൾ മണവാളൻ വന്നാലും സ്വീകരിക്കുവാൻ റെഡിയായിട്ട് കാത്തിരിക്കുന്ന വിവേകമുള്ള കന്യകമാരെ തിരുവചനം നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട്.
ഈ മത്തായി സുവിശേഷത്തിൻ്റെ ഈ 20-ാം അധ്യായത്തിലെ ഈ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ച് കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ കരുതേണ്ട ഒരു കാര്യം, കർത്താവിന് വേണ്ടി കാത്തിരിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും എളിമയോടെ അവരുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുന്നവൻ അനുഗ്രഹീതനാണ്, അവരുടെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവം ഇടപെട്ടിരിക്കും എന്നുള്ള വചനഭാഗമാണ്. ഇവിടെ ഈ വേതനം മേടിക്കുന്ന ഈ കൃഷിക്കാർ പിറുപിറുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ യജമാനനോട് തട്ടിക്കയറുക, ഞങ്ങൾ ഈ പകൽ മുഴുവൻ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ടിട്ട് ഈ ചൂട് മുഴുവനും സഹിച്ചിട്ട് ഇത്രയും അധ്വാനിച്ചിട്ട് നീ ഞങ്ങൾക്ക് ഇത്ര തരുന്നുള്ളോ? അപ്പോൾ യജമാനൻ പറയുന്നുണ്ട്, അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ നിന്നോട് വെച്ച വ്യവസ്ഥ ഇതല്ലേ, ഞാൻ നിന്നോട് വെച്ച വ്യവസ്ഥ ഞാൻ കൃത്യമായി പാലിക്കുന്നു, ബാക്കിയുള്ളതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹവും ദൈവത്തിൻ്റെ അപരിമേയമായ ആ കരുണയുള്ള നീതിയുമൊക്കെ ഈ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ ഇവർ പരസ്പരം പിറുപിറുക്കുന്നു, അസ്വസ്ഥരാകുന്നു, ഉത്കണ്ഠപ്പെടുന്നു. ഞങ്ങൾക്ക് അവരോടൊപ്പം ഞങ്ങളെ കൂടെ തുല്യരാക്കിയല്ലോ, അതാണ് അവരുടെ സങ്കടം. ഞങ്ങളീ പകൽ മുഴുവൻ പണിയെടുത്തിട്ട് ഇവനീ 1 മണിക്കൂർ പണിയെടുത്തിട്ട് അവരുടെ ഒപ്പം തന്നെ ഞങ്ങളെയും കണ്ടല്ലോ എന്നുള്ളതാണ് അവരുടെ പിറുപിറുപ്പ്, അവരുടെ സങ്കടത്തിന് കാരണം. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പിറുപിറുപ്പുകളുണ്ടാകുന്നത്. ശരിയല്ലേ? നമ്മുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേരാതെ നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ പിറുപിറുക്കുന്നത്, നമ്മൾ ആവലാതി പറയുന്നത്, നമ്മൾ ഇഷ്ടക്കേടുകൾ നിരൂപിച്ച് കൂട്ടുന്നത്. നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കായേനെയും ആബേലിനെയും കാണുന്നുണ്ട്. ആബേലിൻ്റെ നല്ല ജീവിതത്തിൽ കായേന് അസൂയ തോന്നുകയാണ്. അവൻ ദൈവത്തിൻ്റെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ സ്വീകൃതനാകുന്നത് സഹിക്കാൻ പറ്റാതെ അസൂയ പൂണ്ടുന്ന ഒരു കായേനെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയ, സ്വാർത്ഥത, മറ്റുപോലെയുള്ള അസ്വസ്ഥതകളെല്ലാം ക്രമേണ വന്ന് കയറിക്കൊണ്ടേയിരിക്കും. വീണ്ടും ഇത് തിരുവചന ഭാഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് രാജാവിനോട് അസൂയ തോന്നുന്ന സാവൂളിനെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാലും ഒന്ന് തകർക്കണം എന്നുള്ള ചിന്തയോടുകൂടെ പിന്നാലെ ചെല്ലുന്ന ഈ രാജാവിനെ നമ്മൾ കാണുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അവിടുന്ന് ദയ കാണിക്കണമെന്ന് തോന്നുന്നവരോട് ദയ കാണിക്കും. നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയതുപോലെ ജീവിക്കുന്നവരെ ദൈവം അവരുടെ ജീവിതങ്ങളെ എടുത്ത് കരങ്ങളിലെടുത്ത് ആശീർവദിച്ച് അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ഹൃദയം നമ്മൾ കാണുന്നത് പോലെയല്ല കാണുന്നത്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നീതിയല്ല. നമ്മുടെയൊക്കെ നീതിയേക്കാളും വളരെ വലുതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ കാണുന്നത് പോലെയല്ല യേശുക്രിസ്തു ആ കാര്യത്തെ തന്നെ കാണുന്നത് എന്നുള്ളതിന് തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതാ തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 2 ചെമ്പുതുട്ടുകൾ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്ന വിധവയായ ഒരു സഹോദരിയെ തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മൾ 1000 രൂപ ഇട്ടു, അവൾ ഒരു 2 രൂപ ചില്ലുകാശ് ഇട്ടു. പക്ഷേ ഈ 1000 രൂപ ഇട്ടതിൻ്റെ ഹൃദയ മനോഭാവത്തേക്കാൾ കർത്താവ് വിലയിരുത്തിയത് ഈ 2 ചെമ്പുതൊട്ടിട്ട ഈ വിധവയുടെ ഹൃദയ മനോഭാവത്തെയാണ്. അവൾക്കുള്ളത് മുഴുവനുമാണ് അവൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തത്. നോക്ക്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കുള്ളത് മുഴുവൻ നമ്മൾ കൊടുക്കാനായിട്ട് റെഡിയാകുമ്പോൾ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. കാലൊടിഞ്ഞ് വന്ന കുഞ്ഞ് ആടിനെ അവൻ ചേർത്ത് പിടിക്കുകയാണ്. വഴിതെറ്റി ദൂരെ പോയ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ഈ സ്വർഗപിതാവ് ചേർത്തണക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ണോടുകൂടെ, അല്ലെങ്കിൽ പിതാവായ ദൈവം കാണുന്ന ഹൃദയ മനോഭാവത്തോടുകൂടെ ഈ കാര്യങ്ങളെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ പാപികളാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം തന്നെ. പ്രൈസ് ദ ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഒരു കാര്യത്തെ കാണുന്നത് പോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടുത്തെ മനസ്സിന് ഇണങ്ങിയതുപോലെ, അവിടുത്തെ ഹൃദയത്തിന് ചേർന്നതുപോലെ അവൻ ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കട്ടെ. സഹോദരങ്ങളുടെ വളർച്ചയിൽ അസൂയ പ്രാപിച്ചിട്ടോ അവൻ്റെ നന്മയിൽ നമ്മളിങ്ങനെ അവനെ തകർക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും നമുക്ക് കാര്യമില്ല. അവിടെയൊന്നും ഒരു അനുഗ്രഹ വഴികളെ നമ്മൾ പോകുകയില്ല. പഴയ നിയമത്തിലെ പൂറി യോസേപ്പിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. തൻ്റെ പിതാവിൻ്റെ മനസ്സിന് ചേർന്ന ഒരു മകനായിരുന്നു പൂറി യോസേപ്പ്. ഈ യോസേപ്പിൻ്റെ നല്ല സ്വഭാവം, നല്ല ഇടപെടലുകൾ, നല്ല ശീലങ്ങൾ, ഇതെല്ലാം അവരുടെ സഹോദരങ്ങൾക്ക്, ജോസഫിൻ്റെ സഹോദരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ജനിപ്പിച്ചു. ജോസഫിനോട് അസൂയ തോന്നുകയാണ് സഹോദരങ്ങൾക്ക്. അങ്ങനെയാണ് നമ്മൾക്കറിയാം ആ കാര്യങ്ങളൊക്കെ കിണറ്റിൽ തള്ളിയിടുന്നതും അവനെ അടിമയായിട്ട് വിൽക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അസൂയ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ അത് തകർത്ത് തരിപ്പണമാക്കി കഴിയും. അതുകൊണ്ടല്ലേ ഇവർ യജമാനനോട് പോലും പറയുന്നത്, തട്ടിക്കയറുന്നത്, നീ ഞങ്ങളെ അവൻ്റെ ഒപ്പം കണ്ടല്ലോ എന്നുള്ളത്. അത് വലിയൊരു നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊക്കെ മാനസാന്തരം തരേണ്ട, അതല്ലെങ്കിൽ വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ശക്തി തരേണ്ട ആഴമുള്ള അർത്ഥമുള്ള ഒരു തിരുവചന ഭാഗമാണ് അത്. ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഉണരാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത് ഉയർച്ച പ്രാപിക്കാൻ സാധിക്കണം. നമ്മുടെയൊക്കെ പിറുവിറുപ്പിൻ്റെ കാരണം നമ്മുടെ ഹൃദയം വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര അടിയാണ്. ഭാര്യ പറയുന്നു ആ സ്ത്രീ പറയുന്നതാണ് ശരി, ഭർത്താവ് പറയുന്നു അവൾ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് ശരി. രണ്ടുപേരുടെയും ഉള്ളിൽ നിഷേധാത്മകമായ അവസ്ഥയും മനസ്സിന് അകൽച്ചയും ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ ഒന്നിനു മുകളിൽ ഇങ്ങനെ കുന്നുകൂടി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അത് വലിയ അസ്വസ്ഥതയ്ക്കും ദുഃഖത്തിനും വഴക്ക് തർക്കങ്ങൾക്കും കാരണമായി ഭവിക്കുകയാണ്. ദീർഘമണിക്കൂറുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദീർഘമണിക്കൂറുകൾ കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് അവരൊരു ശാന്തതയിലേക്ക് കടന്നു വന്നത്. അസൂയ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ നമ്മുടെ ഉള്ളിൽ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണാൻ നമ്മുടെ കണ്ണുകൾ അന്ധമായി പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ ജീവിത വിഷയങ്ങളിൽ പെട്ട് ഭാരം അനുഭവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ കണ്ണിന് യഥാർത്ഥമായിട്ടുള്ളൊരു കാഴ്ച കിട്ടാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ മനസ്സിന് ഇണങ്ങിയതുപോലെ പ്രവർത്തിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ട് കടന്നു വരണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ശരണം വയ്ക്കുന്നവരും ദൈവത്തിൽ പ്രത്യാശമർപ്പിക്കുന്നവരുമായി തീരേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയ്ക്ക് മുൻപിൽ നമ്മൾ ഓർക്കണം, നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി ബാക്കി 99 വഴിയിൽ ഉപേക്ഷിച്ചു വരുന്ന കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, ആ കരുണയുള്ള, ആ നീതിയുള്ള ജീവിതത്തിലേക്ക്, സ്വഭാവ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ ഇട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിലേ ഈ ഒരു അനുഗ്രഹ വഴിയെ നമുക്ക് യാത്രയാകാനായിട്ട് സാധിക്കുകയുള്ളൂ. നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഒരു ദിവസം വിശുദ്ധ ഫൗസ്റ്റീനായോട് യേശു പറഞ്ഞു, ഫൗസ്റ്റീന, ഈ ഭൂമിയിൽ എൻ്റെ കരുണ ഏറ്റവും അധികം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പാപികൾക്കാണ്. അപ്പോൾ ഏറ്റവും പാപികൾക്ക് എൻ്റെ ഏറ്റവും വലിയ കരുണ അവർ അർഹതപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, ഈ കരുണ സ്വീകരിക്കാൻ അവർ എൻ്റെ അടുത്തേക്ക് വരണം, അല്ലാതെ പറ്റിയല്ല. ഈ കരുണ സ്വീകരിക്കാൻ അവർ എൻ്റെ അടുക്കലേക്ക് വരണം. അപ്പം നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ഒരു നിർഭാഗ്യ പാപിയാണ് ഞാൻ. ഇത് നമ്മൾ കർത്താവിൻ്റെ പക്കൽ സമ്മതിച്ചു കഴിയുമ്പോൾ ഈ വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകവുമായി കർത്താവ് നമ്മളെ സന്ദർശിക്കും. 24 വർഷമായി കുമ്പസാരിച്ചിട്ട് ഒരു സഹോദരൻ ധ്യാനിക്കാൻ വേണ്ടി ധ്യാന സെൻറ്ററിലേക്ക് വന്ന ഒരു സഹോദരനാണ്. 24 വർഷം സഹോദരൻ സംസാരത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. സിസ്റ്ററെ, ഞാൻ ഒരുപാട് പാപം ചെയ്ത് പാപത്തിന് അടിമയായ ഒരു മനുഷ്യനാണ്.
ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പിന്നെ ഞാൻ ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 24 വർഷവും ദൈവത്തിന് സഹോദരനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് സഹോദരൻ പറഞ്ഞപ്പോഴും ഇത്രയും വർഷം ഇത്രയും നന്നായി ജീവിക്കാൻ കഴിഞ്ഞല്ലോ. പാപിയാണ്, പക്ഷെ കുടുംബം നോക്കുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുമ്പസാരിക്കാൻ ഒരു മടി, ഒരു പ്രയാസം, പാപത്തെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലായ്മ. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ദൈവത്തെ ഇത്രയും മറന്ന് നടന്നിട്ടും ഒരപകടമോ ഒരാപത്തോ അല്ലെങ്കിൽ വലിയ മാരകമായ രോഗങ്ങളോ ഒന്നും സഹോദരനെ പിടികൂടിയില്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥം ദൈവം സഹോദരനോട് ഓരോ ദിവസവും, അതിൻ്റെ ഓരോ മിനിറ്റും, അതിൻ്റെ ഓരോ സെക്കൻഡിലും അതീവ കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കുമ്പസാരിക്കണമെന്നൊന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ല. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വർഗീയ സ്നേഹത്തെക്കുറിച്ച് അയാളോട് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. സ്വന്തം മനസ്സാലെ ദീർഘസമയം ഇരുന്ന് ഒരുങ്ങി നല്ല ഒരു കുമ്പസാരം നടത്തി ആന്തരിക ശുദ്ധിയുള്ളവനായി, ആന്തരിക ശോഭയുള്ളവനായി അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റേ, ഒരുപാട് നന്ദി. ദൈവത്തിൻ്റെ ഈ കരുണ ഞാൻ അനുഭവിക്കാൻ വൈകിപ്പോയതിൽ ഞാൻ തമ്പുരാനോട് മാപ്പ് പറഞ്ഞുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും അനുഭവിച്ചറിയുവാൻ ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉറവ പൊട്ടണം. ഈ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ഉറവ പൊട്ടിക്കഴിയുമ്പോൾ ഈ ഒഴുകുന്ന ശുദ്ധമായ ജലം തമ്പുരാൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്നത് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് നമ്മളെ എല്ലാവരെയും ദൈവത്തിന് ആവശ്യമാണ്. 1 മണിക്കൂർ മുതൽ 11 മണിക്കൂർ വരെ വരുന്നവരെയൊക്കെ ദൈവത്തിന് ആവശ്യമാണ്. ദൈവം നമ്മളെ നേരിട്ട് അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കും. അവിടുത്തെ ശക്തിയിൽ നമ്മളെ അഭിഷേകം ചെയ്യും. അവിടെ മനസ്സിലുള്ള എല്ലാം നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ജോലിക്കാരുടെ ഉപമയിൽ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നവരോട് കരുണ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, സ്നേഹം, കരുണ ഇതെല്ലാം അനുഭവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമാംവിധം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഈ കേട്ട വചനം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ സമൃദ്ധി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് അവസാന മണിക്കൂർ വരെ കാത്തിരിക്കുന്നവരിലേക്കും കടന്നു വരുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ വാഗ്ദാന പൂർത്തീകരണത്തിനായിട്ട് എന്നെയും കൂടെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ അങ്ങയുടെ ദാസന്മാരായി ജീവിക്കുവാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും അഭിഷേകവും സർവശക്തനായ ദൈവമേ ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.